നമസ്കാരം, ഞാൻ അനീഷ് വാമദേവൻ നായർ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവില്ലല്ലേ? എനിക്കും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഓട്ടോ വ്ളോഗിങ്. പുതിയ പുതിയ വണ്ടികളെക്കുറിച്ച് അറിയാൻ, അവയെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവയുടെ സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കി വയ്ക്കാൻ, ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. യാത്ര ചെയ്യാനുള്ള ആഗ്രഹവും വണ്ടികളുള്ള ഇഷ്ടവും ഇത് രണ്ടും ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. എല്ലാവരും അവരവരുടെ ഫാമിലിയുമായി ഒരുമിച്ച് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പുറത്തു പോകാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ സമയം ചെലവിടുന്ന ഒരു പീരീഡാണിപ്പോൾ. അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റും. ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആലപ്പുഴയിലെ പുന്നമടയിലുള്ള ഒരു റിസോർട്ടിലാണ് ഞാനിന്നുള്ളത്. റിസോർട്ടിൻ്റെ പേരും സ്ഥലത്തിൻ്റെ പേരും ഒന്ന് തന്നെയാണ്, പുന്നമട റിസോർട്ട്. അത്യാവശ്യം സ്ഥലമൊക്കെ ഞാൻ ഓടി നടന്ന് കണ്ടു, കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. ഈ വലിയ ബിൽഡിങ്ങിലാണ് അവർ റിസപ്ഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ പോയി ചെക്ക് ഇൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഞാൻ കുറച്ചധികം നേരത്തെയാണ് വന്നത്. അവർ റൂമെല്ലാം അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇയർലി ചെക്ക് ഇൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഇത് കണ്ടോ, ഒരു നെറ്റിപ്പട്ടം, അതിന് പുറകിലൊരു ചുവർ ചിത്രം എല്ലാം ഉണ്ട്. ആ റിസപ്ഷൻ ഏരിയ അതുമാത്രമല്ല, എല്ലാ ഈ പ്രോപ്പർട്ടിയുടെ ഈച്ച് ആൻഡ് എവറി കോർണർ അവർ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് എനിക്കിവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അങ്ങനെ എനിക്ക് റൂം കിട്ടി, ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ഇനി പതിയെ റൂമിലേക്ക് പോവുകയാണ്. ഇതെല്ലാം ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള വേറെ റൂംസാണ്. ഒരു രക്ഷയില്ല, മനോഹരം. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ പക്ക ട്രഡീഷണൽ. സ്വിമ്മിംഗ് പൂൾ ഏരിയയാണ്. ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയയുടെ രണ്ട് സൈഡിലും റൂമുകളാണുള്ളത്. ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്ന റൂമാണ് എടുത്തേക്കുന്നത്. ഈ വഴി നേരെ പോകുന്നത് ആ കായലിൻ്റെ, പുന്നമട കായലിൻ്റെ ഏരിയയിലേക്കാണ്. ഈ ഭാഗത്താണ് ഞാൻ റൂം എടുത്തേക്കുന്നത്. ഇത് ട്രഡീഷണൽ ഹെറിറ്റേജ് കോട്ടേജസ് ആണ്. ഇത് ഗാർഡൻ വ്യൂ ഹെറിറ്റേജ് കോട്ടേജസ് ആണ് ഈ സൈഡിൽ വരുന്നതെല്ലാം. ഇത് കണ്ടോ, ഓരോ റൂമുകളുടെയും ഇത് ഓരോ സെപ്പറേറ്റ് വില്ലാസാണ്. ഓരോ റൂമുകളുടെയും ആർക്കിടെക്ചറും ആ ഒരു ട്രഡീഷൻ അവരെല്ലാ കാര്യത്തിലും നിലനിർത്തിയിട്ടുണ്ട്. എൻ്റെ റൂം ഇതാണ്. ഇവിടെ ഇട്ടേക്കുന്ന ചെയറും ഡോർസ് എല്ലാം കണ്ടോ, ഡോർസ് എല്ലാം നമ്മുടെ പഴയ കാലത്തെ അതേ ടൈപ്പ് ഡോർസും ലോക്കും എല്ലാം ആണ്. ഈ കാണുന്നതാണ് ഞാൻ എടുത്തേക്കുന്ന ഹെറിറ്റേജ് കോട്ടേജ്. പടിയെല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ പഴയ വെട്ടുകല്ലെന്ന് പറയും നമ്മുടെ എല്ലാ നാട്ടിൽ. ആ വെട്ടുകല്ല് കൊണ്ടുണ്ടാക്കിയ പടിയും അതുപോലെ റൂമിൻ്റെ ഡോറ് നോക്കൂ. ഡോറ് ഒരു പടിക്ക് തന്നെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ട്. അതുപോലെ രണ്ട് സൈഡിലായിട്ട് അവർ ചേറിട്ടുണ്ട്. ഒരു സൈഡിൽ ചെയറും മറ്റേ സൈഡിലൊരു എന്താ പറയുക, ബെഞ്ച് പോലെ ഇട്ടേക്കുന്നത്. ഇത് നേരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് പൂളാണ് കാണുന്നത്. ഒരു സൈഡ് പൂള്, ഒരു സൈഡ് കനാല്, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഞാൻ നിങ്ങളെ റൂം തുറന്ന് കാണിക്കാം.
ഇത് കണ്ടോ, ലോക്ക് കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് ലോക്ക് കാണുന്നത്. കണ്ടപ്പോൾ വലിയ സംഭവമൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഇത് കൂട്ടാൻ നേരം കുറച്ച് ബുദ്ധിമുട്ടി. ആഹാ, ആ സൗണ്ട് കേട്ടോ. ഈ പഴയ കാല വീടുകൾ തുറക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട്. ഇവിടെയുള്ള ഓരോന്നും യുണീക്കാണ്. ഈ പ്രോപ്പർട്ടി ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതിയ അപ്പാർട്ട്മെൻറ്റ്സും അതിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന്. അത് കഴിഞ്ഞ് ഡോറ് വന്നു, പൂള് വന്നു, മറ്റേ കനാല് വന്നു. അത് കണ്ടപ്പോൾ അതാണ് മനോഹരം തോന്നി. റൂമിനകത്ത് കയറിയപ്പോഴത്തേക്ക് റൂം ഒരു രക്ഷയില്ല. എന്തും മനോഹരമായ ബെഡ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഓപ്പൺ ടോയ്ലറ്റ് ടൈപ്പാണേ. ഓപ്പൺ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓപ്പൺ അല്ല. ഒരു സൈഡ് ഒരു മതിലുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്, സെക്യൂർ ആണ്, പ്രൈവസി ഒക്കെ ഉണ്ട്, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇത് പഴയ ടൈപ്പ് നമ്മുടെ ബക്കറ്റൊന്നുമില്ല, ഈ ഒരു സാധനമാണുള്ളത്. ഒരു ബ്രാസിലുള്ള ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം. നല്ല രസമാണ്. ടോയ്ലറ്റിനകമൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ടോയ്ലറ്റിനകവും ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. ഈ അലമാര എടുത്ത് കാണിച്ചത് ഒരിടത്തും ഇല്ലാത്ത സാധനമല്ല അലമാര. എങ്കിലും അത് എടുത്ത് കാണിച്ചതിൻ്റെ ലോക്ക് കാണിക്കാനാണ്. ഇതിന് പൂട്ടും താക്കോലും ഒന്നുമില്ല. ഇത് ആ മുകളിലിരിക്കുന്ന ഒരു 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 തടിയുടെ ഒരു പീസുണ്ട്, അത് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ലോക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇവിടെ ഓരോ കാര്യങ്ങളും യൂണീക്കാണ്. ഇവിടുത്തെ ബെഡ് ലാമ്പ് കണ്ടു, നമ്മുടെ ഭരണിയുടെ മുകളിൽ ഈ നമ്മുടെ ഇവിടെ വട്ടി എന്ന് പറയുന്ന സാധനം കമഴ്ത്തി വെച്ചിട്ട് അതിൽ ലൈറ്റ് സെറ്റ് ചെയ്താണ് രണ്ട് സൈഡിലും ബെഡ് ലാമ്പായിട്ട് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റിസോർട്ടിൻ്റെ ശരിക്കുമുള്ള മനോഹരമായിട്ടുള്ള ഏരിയകളെല്ലാം വരുന്നത്. ഇത് ആ കനാലിന് കുറുകെയുള്ളൊരു പാലമാണ്. കംപ്ലീറ്റ്ലി വുഡനാണിത്. അതൊരു എന്ന് വെച്ചാൽ ഒരു ആർച്ച് രീതിയിലാണ് കെട്ടി വെച്ചേക്കുന്നത്, ആ പാലം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് അവരുടെ ഒരു സൺസെറ്റ് ക്രൂയിസാണ്. ഈവനിങ് ടൈമിൽ അവരൊരു അഡീഷണൽ പേയ്മെൻറ്റിൽ ഒരു സൺസെറ്റ് ക്രൂയിസ് നടത്തുന്നുണ്ട്. അതിനുള്ളൊരു ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇത് നേരെ ആ കനാൽ ഓപ്പൺ ആവുന്നത് ആ പുന്നമട ലേക്കിലേക്കാണ്.
ഇത് കണ്ടോ, ഇത് അവരുടെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഹൗസാണ്. ഈ കായലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ടുള്ള ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് 2 ഫ്ലോട്ടിംഗ് ഹൗസ് അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് അവരുടെ വെബ്സൈറ്റ് വഴി തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഫ്ലോട്ടിംഗ് ഹൗസ്. ഹൗസ് ബോട്ടിൻ്റെ അതേ വലിപ്പത്തിലുള്ളൊരു ഫ്ലോട്ടിംഗ് ഹൗസ് തന്നെയാണ് ഇതും. വലിയ വ്യത്യാസം. എനിക്ക് അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു റിവ്യൂ വ്ളോഗ് എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ റിസോർട്ടിൽ വന്ന് റൂം എടുത്തത്. ഈ റിസോർട്ടിൽ ഞാൻ കാണുന്ന 2ാമത്തെ കൃഷ്ണ വിഗ്രഹമാണ്. ഒരെണ്ണം ആദ്യമേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ റിസപ്ഷൻ ഏരിയയിൽ. ഇത് 2ാമത്തെ കൃഷ്ണ വിഗ്രഹമാണ്. അത് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമാണ് കാണാൻ. മിക്കവാറും ഇതിൻ്റെ ഓണർ ഒരു കൃഷ്ണഭക്തനായിരിക്കാനാണ് ചാൻസ്. റെസ്റ്റോറൻ്റാണ് നമ്മളാ കാണുന്നത്. റെസ്റ്റോറൻ്റ് ഏരിയ ആണ്. അവിടെ നിന്ന് റെസ്റ്റോറൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, റെസ്റ്റോറൻറ്റ് 3 സൈഡും വെള്ളമാണ്. ഒരു സൈഡ് കനാൽ, അപ്പർ സൈഡ് കായലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, നേരെ ഫ്രണ്ടിൽ കായൽ. ഞാൻ വീക്കെൻഡിലല്ല പോയത്. അതുകൊണ്ട് തന്നെ ബഫറ്റ് ഡിന്നറോ ലഞ്ചോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചിക്കൻ ബിരിയാണി ഉച്ചയ്ക്ക് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ചിക്കൻ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 5 പീസ് ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. അവസാനം കഴിക്കാൻ പറ്റാതെ ഞാൻ ഈ ഒരു ബിരിയാണി കൊണ്ട് തന്നെ ഡിന്നറും ലഞ്ചും 2ഉം കഴിച്ചു. എൻ്റെ ബുക്കിംഗ് പാക്കേജിൽ കൂടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ഡീസൻറ്റ്, നമ്മുടെ മലയാളികൾക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. ടേസ്റ്റിയാണ്. ഭയങ്കര എക്സെപ്ഷണൽ ടേസ്റ്റി എന്നൊന്നും പറയാനില്ല. എന്നാലും കൊള്ളാം. നല്ല ഭക്ഷണം തന്നെയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ ലേക്ക് വ്യൂ വില്ലാസിലേക്കാണ്. ഇവർക്കൊരു 3-4 ലേക്ക് വ്യൂ വില്ലാസ് ഉണ്ട്. ഫ്രണ്ടിൽ ലേക്ക് വരുന്ന ടൈപ്പ് വില്ലാസ് ഉണ്ട്. ഈ കാണുന്നതാണ് ലേക്ക് വ്യൂ വില്ലാസ്. ഭയങ്കര രസമാണ് കാണാൻ. ഒരു ഫ്രണ്ടേജും എല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമാണ്. സ്റ്റെപ്പ് പോലെ തന്നെ മതിലും വെട്ടുകല്ലും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് അവരുടെ ഒരു പ്രൈവറ്റ് പൂൾ വില്ല ഉള്ളത്. ഞാൻ ഈ റിവ്യൂ ആയിട്ട് എടുക്കാത്തത് കൊണ്ട് എനിക്ക് അതിനകത്തൊന്നും കയറി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ കഴിയില്ല. അത്രയും ഉണ്ട് ഇവരുടെ സ്ഥലമെല്ലാം. ഇത് അവർക്ക് തന്നെ ബൈസൈക്കിൾ റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ഇത് അവരുടെ ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള സ്ഥലമാണ്. അവർക്കൊരു 2-3 ഹൗസ് ബോട്ട്സ് ഉണ്ട്. ഡേ ക്രൂയിസും ഉണ്ട്, നൈറ്റ് ക്രൂയിസും ഉണ്ട്. 15,000 ആണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഡേ ക്രൂയിസ് 15,000, നൈറ്റ് ക്രൂയിസ് ആകുമ്പോഴത്തേക്ക് 18,000 അതാണ് പറഞ്ഞത്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയും അതുപോലെ ഇവിടെ ഓരോ ഫെസിലിറ്റീസും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ ഫെസിലിറ്റീസും ഒക്കെ മനോഹരമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. ഞാൻ ഈ റിസോർട്ട് ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ്. എനിക്കൊരു ഓഫറിൽ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ 6,700 റുപ്പീസാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത്. ഹോട്ടൽ റേറ്റ്സ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഹോട്ടലിലെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.